നമസ്കാരം. 10,000-ഓളം വരുന്ന അമേരിക്കൻ കരസേന പശ്ചിമേഷ്യൻ മണ്ണിലേക്ക് വിമാനമിറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഇറാനിൽ നിന്ന് വരുന്നത് നട്ടെല്ല് വിറപ്പിക്കുന്ന മുന്നറിയിപ്പാണ്. നരകത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ ഔദ്യോഗിക പത്രമായ ടെഹ്റാൻ ടൈംസിന്റെ 1-ാം പേജിലെ ഈ ഒറ്റ തലക്കെട്ട് വരാനിരിക്കുന്ന മഹാവിപത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിമിഷനേരം കൊണ്ട് ലോകം ഞെട്ടിത്തരിച്ച ഒരു പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്ത് വന്നു. അമേരിക്കയുടെ പറക്കും റഡാർ സംവിധാനം, അതായത് അവരുടെ ആകാശത്തിലെ കണ്ണുകൾ തന്നെ തകർത്തു കളഞ്ഞുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ച അമേരിക്കൻ സേനയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണെന്നാണ് ഇറാൻ പറയുന്നത്. കരയുദ്ധത്തിന് അമേരിക്ക ഒരുങ്ങുകയാണെങ്കിൽ ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് നിർണായക വിവരങ്ങൾ കൈമാറേണ്ടിയിരുന്ന ഈ വിമാനം തകർത്തത് അവരുടെ കരുത്തിനെ ചെറുതായിട്ടൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. ഈ മിന്നലാക്രമണ വാർത്ത പുറത്തു വരുന്നതിന് പിന്നാലെ സിറിയയിലെ അമേരിക്കൻ താവളമായ ഖസ്രാക്കും തകർത്തുവെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയുമായി ബന്ധമുള്ള സർവകലാശാലകളെയും ഇസ്രയേലുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളെയും ആക്രമിക്കുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗൾഫ് മേഖലയിൽ കഴിഞ്ഞ രാത്രിയും ആക്രമണ പരമ്പര തുടർന്നു. ലെബനനിൽ ഇസ്രായേൽ ഹെലികോപ്റ്ററുകളും ടാങ്കുകളും തകർത്തുവെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു. യുദ്ധം 28-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സമാധാനത്തിന്റെ ഒരു ചെറുതരി വെളിച്ചം എവിടെയും കാണാനില്ല എന്നത് തന്നെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. നയതന്ത്ര ചർച്ചകളുടെ മേശപ്പുറങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും പകരം യുദ്ധക്കപ്പലുകളും മിസൈലുകളും സംസാരിക്കുകയും ചെയ്യുന്ന 4-ാം ആഴ്ചയിലേക്ക് ഈ സംഘർഷം കടന്നിരിക്കുകയാണ്. ഇറാനിയൻ മണ്ണിൽ കാലുകുത്തുന്ന ഓരോ അമേരിക്കൻ സൈനികനും തിരിച്ചു പോവുക ശവപ്പെട്ടികളിലായിരിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കരുത് എന്നും അമേരിക്ക ഇസ്രായേൽ സഖ്യത്തെ പിന്തുണയ്ക്കരുത് എന്നും അദ്ദേഹം രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും സൈനികരെ വിന്യസിക്കാനുള്ള നീക്കത്തിലാണ് പെന്റഗൺ. 82 എയർബോൺ ഡിവിഷനിലെ സൈനികരും യുദ്ധമുഖത്തെത്തുമെന്നാണ് സൂചന. 1500-ൽ താഴെ സൈനികരെയായിരിക്കും ആദ്യഘട്ടത്തിൽ അയക്കുകയെന്നും ചില ഘട്ടത്തിൽ ഇത് 3000 വരെ ആകാം എന്നും പറയുന്നു. ഇറാൻ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്ന ഗാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയും അമേരിക്ക പരിഗണിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക നീക്കം മുന്നിൽ കണ്ട് ഖാർഗിന് ചുറ്റും ഇറാൻ മൈനുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലും അമേരിക്കയും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ രാജ്യത്തെ പ്രധാന ആണവ നിലയങ്ങൾക്കും ഉരുക്ക് ഫാക്ടറികൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചുവെന്നായിരുന്നു റിപ്പോർട്ട്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ട സൈനിക നീക്കത്തിലൂടെ ഇസ്രായേൽ പ്രതിരോധ സേന ഇറാനിലെ അരാഖ് ഹെവി വാട്ടർ പ്ലാന്റും യാസ്ദിലെ യുറേനിയം ഖനന കേന്ദ്രവും തകർത്തു. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ പ്ലൂട്ടോണിയം, യുറേനിയം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. അരാഖ് പ്ലാന്റിലെ പ്ലൂട്ടോണിയം ഉൽപ്പാദനം തടയാനും യാസ്ദിലെ യുറേനിയം സമ്പുഷ്ടീകരണം തടസ്സപ്പെടുത്താനുമാണ് ഈ നീക്കമെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു.